ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ നെല്ലിക്ക ഞാൻ ലേശം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വാട്ടിയിട്ട് ഉപ്പും വിനാഗിരിയും കൂടെ ചേർന്ന വെള്ളത്തിൽ ഒരാഴ്ച ഇട്ട് വെച്ചിരുന്ന നെല്ലിക്കയാണ്. നാടൻ നെല്ലിക്കയാണിത്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയിലോട്ട് കടുക് ഇട്ട് പൊട്ടിയ ശേഷം കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ലേശം ഒന്ന് മൂത്തതും കരിയാപ്പില ചേർത്ത് കൊടുക്കാം. കരിയാപ്പില ലേശം ഒന്ന് വാടിയതും ഞാനിവിടെ അച്ചാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അച്ചാർ പൊടി എടുക്കാത്തവർക്ക് പകരമായിട്ട് കടുകും ഉലുവയും കായപ്പൊടിയും കൂടെ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടായതും ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പിട്ട് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയതും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കണക്കായിട്ട് ഇടണം. ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക ആയതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് കുറച്ചിട്ടിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അരപ്പ് ലേശം നല്ലോണം പിടിച്ചതിന് ശേഷം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് ഇത് നല്ലോണം ഒന്ന് തിളച്ച് ഒത്തിരി അങ്ങോട്ട് നെല്ലിക്ക വേവാൻ നിൽക്കേണ്ട. ആ അരപ്പ് ലേശം ഒന്ന് വറ്റി വരുമ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം. ഇനി ഈ നെല്ലിക്ക ഉടനെ തന്നെ എടുക്കരുത്. ഒരാഴ്ചയെങ്കിലും ഇത് കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഒരാഴ്ച സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എടുത്ത നെല്ലിക്കയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നെല്ലിക്കയിൽ നല്ല ഉപ്പും വിനാഗിരിയും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.